Welcome to today's class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിഡ്ജസ് ഇൻ എ സി സർക്യൂട്ട്സ്, ദാറ്റ് ഈസ് എ സി ബ്രിഡ്ജസ്. അപ്പം ബ്രിഡ്ജ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഏതായിരിക്കും? വീസ്റ്റേൺസ് ബ്രിഡ്ജ് ആയിരിക്കും അല്ലേ. ഡി സി നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വീസ്റ്റേൺസ് ബ്രിഡ്ജും അതിൻ്റെ ബാലൻസിങ് കണ്ടീഷനൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതേപോലെ ഒരു ഡി സി നെറ്റ്വർക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊന്നാണ് കിർച്ചോഫ് ലോസ്. ഈ കിർച്ചോഫ് ലോയും വീസ്റ്റേൺസ് ബ്രിഡ്ജും നമുക്ക് നെറ്റ്വർക്ക് സോൾവ് ചെയ്യാൻ ഡി സി നെറ്റ്വർക്കിൽ മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്കത് എ സി നെറ്റ്വർക്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. എ സി നെറ്റ്വർക്ക് സോൾവ് ചെയ്യാനും ഈ കിർച്ചോഫ് ലോസും അതേപോലെ വീസ്റ്റേൺസ് ബ്രിഡ്ജും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആകെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡി സി നെറ്റ്വർക്കിൽ നമ്മൾ റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് എ സി നെറ്റ്വർക്ക് ആകുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇമ്പിഡൻസുകൾ യൂസ് ചെയ്താൽ മതി. ബാക്കിയൊക്കെ എന്താണ്? സിമിലർ ടു വീസ്റ്റേൺസ് ബ്രിഡ്ജ് ഇൻ ഡി സി തന്നെയാണ്. ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു എ സി ബ്രിഡ്ജാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. നോക്കുക, ഇത് നമ്മുടെ വീസ്റ്റേൺസ് ബ്രിഡ്ജ് തന്നെയല്ലേ. ആകെ എന്താ വ്യത്യാസമുള്ളത്? നമ്മുടെ റെസിസ്റ്റൻസുകളൊക്കെ മാറിയിട്ട് ഇമ്പിഡൻസുകളാക്കിയിട്ടുണ്ട്. Z1, Z2, Z3 ആൻഡ് Z4 ആക്കിയിട്ടുണ്ട്. ആൻഡ് ബിക്കും ഡിക്കും ഇടയിലൂടെ കറണ്ടുകൾ പാസ് ചെയ്യാത്ത സമയമാണ് നമ്മുടെ വീസ്റ്റേൺസ് ബ്രിഡ്ജിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് വീസ്റ്റേൺസ് ബ്രിഡ്ജ് നമ്മൾ ഡി സി നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ഒരു ഗാൽവനോമീറ്റർ ആണ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ബാലൻസ്ഡ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ എ സി നെറ്റ്വർക്കിൻ്റെ കേസിൽ നമ്മളവിടെ ഗാൽവനോമീറ്റർ അല്ല വെക്കുന്നത്, പകരം നമ്മളൊരു ഡിറ്റക്ടർ ആണ് വെക്കുന്നത്. ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മുടെ ഹെഡ്ഫോൺസ് ആണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, the driving voltage is provided by an audio frequency oscillator. Here a pair of headphones are used to detect the balancing condition. അപ്പം ബാലൻസിങ് കണ്ടീഷനിൽ നമുക്കറിയാം മിനിമം കറണ്ടാണ് ഫ്ലോ ചെയ്യേണ്ടത്. അപ്പോൾ മിനിമം കറണ്ട് ഫ്ലോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിറ്റക്ടർ ആയിട്ടുള്ള ഹെഡ്ഫോണിൽ സൗണ്ട് കൂടുതൽ കേൾക്കണോ കുറവാണോ കേൾക്കേണ്ടത്? മിനിമം സൗണ്ടേ ഹെഡ്ഫോൺ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ആകെ വ്യത്യാസം ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എ സി നെറ്റ്വർക്ക് ആവുന്ന അല്ലെങ്കിൽ എ സി ബ്രിഡ്ജ് ആകുമ്പം ഡിറ്റക്ടറായിട്ട് ഹെഡ്ഫോൺ, എ പെയർ ഓഫ് ഹെഡ്ഫോൺസ് നമ്മൾ യൂസ് ചെയ്യുന്നു. ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറയുന്നത് എപ്പോഴാണോ ഹെഡ്ഫോൺ മിനിമം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതാണ് നമ്മുടെ എ സി ബ്രിഡ്ജിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ബാലൻസിങ് കണ്ടീഷനിൽ പ്രത്യേകത എന്താ? ഈ രണ്ട് പോയിന്റ്, അതായത് ബി ആൻഡ് ഡി എന്ന് പറഞ്ഞ പോയിന്റിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലുകൾ എന്തായിരിക്കും? ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. സെയിം ആകുമ്പോഴല്ലേ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ഉണ്ടെങ്കിലേ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പം ഓൾമോസ്റ്റ് സെയിം ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, മിനിമം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ നമ്മുടെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബാലൻസിങ് കണ്ടീഷൻ ആവണമെങ്കിൽ ബിക്കും ഡിക്കും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞ പോയിന്റിലും ഡി എന്ന് പറഞ്ഞ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കണം. ഈ സമയത്ത് നമ്മുടെ ഡിറ്റക്ടർ മിനിമം സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ സേ the AC bridge is balanced. ഇനി ഇതിൻ്റെ ബാലൻസ്ഡ് കണ്ടീഷൻ വേറെ ഒന്നുമല്ല, നമ്മുടെ വീസ്റ്റേൺസ് ബ്രിഡ്ജിൻ്റെ അതേ കണ്ടീഷൻ തന്നെയാണ്. ഏതാ? Z1/Z2 ഈക്വൽ ടു Z3/Z4. ഓക്കെ, ഇനി എന്താണ് എ സി ബ്രിഡ്ജുകളുടെ യൂസ്? നമ്മൾ സാധാരണ ഒരു വീസ്റ്റേൺസ് ബ്രിഡ്ജ് നമ്മൾ ഡി സിയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അൺനോൺ ആയിട്ടുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറല്ലേ. ഇനി വീസ്റ്റേൺസ് ബ്രിഡ്ജിൻ്റെ അല്ലെങ്കിൽ എ സി നെറ്റ്വർക്കിൽ വീസ്റ്റേൺസ് ബ്രിഡ്ജിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എ സി ബ്രിഡ്ജിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ദ ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് എ സി സിഗ്നൽ. ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എ സി നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഈ ഒരു എ സി ബ്രിഡ്ജുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അതിൻ്റെ ഓരോ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് ഓരോ ഡിഫറെൻറ്റ് ബ്രിഡ്ജുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്ന ബ്രിഡ്ജ് എന്ന് പറയുന്നത് ആൻഡേഴ്സൺസ് ബ്രിഡ്ജ്. ആൻഡേഴ്സൺസ് ബ്രിഡ്ജ് എന്തിനാണ് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആൻഡേഴ്സൺസ് ബ്രിഡ്ജ് ഈസ് യൂസ് ടു മെഷർ ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ. ഒരു കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് എന്ത്? ആൻഡേഴ്സൺസ് ബ്രിഡ്ജ്. ശ്രദ്ധിക്കുക, ആൻഡേഴ്സൺസ് ബ്രിഡ്ജ് ആണെങ്കിലും നമ്മുടെ നോർമൽ വീസ്റ്റേൺസ് ബ്രിഡ്ജ് അല്ലെങ്കിൽ എ സി ബ്രിഡ്ജുകൾ തന്നെയാണ് ആൻഡേഴ്സൺസ് ബ്രിഡ്ജ്. ഓക്കെ, ഇനി എന്താണ് ഒരു ആൻഡേഴ്സൺസ് ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ, എങ്ങനെയാണ് വരുന്നത്? യെസ്, ഇതാണൊരു ആൻഡേഴ്സൺസ് ബ്രിഡ്ജിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള കൺസ്ട്രക്ഷൻ. നോക്കുക, ഞാനിവിടെ ഒരു ഇ എം എഫ് സോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയേ, ഇതിപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള വീസ്റ്റേൺസ് ബ്രിഡ്ജ് തന്നെയല്ലേ. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, PQRS. ശ്രദ്ധിക്കുക, ഈ എസിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ CD ബ്രാഞ്ചിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഏത് ഇൻഡക്ടറിൻ്റെ ആണോ സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് ആ ഇൻഡക്ടർ കോയിലും കൂടെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എയിൽ നിന്ന് ഈ ഒരു നമ്മുടെ ബിക്കും ഡിക്കും ഇടയ്ക്കിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ത്രൂ എ കപ്പാസിറ്റർ C. ഓക്കെ, ഇനി സ്മോൾ ആർ, ഇവിടെ ചെറിയ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് സ്മോൾ ആർ. ആൻഡ് ഈ എസും കൂടി ശ്രദ്ധിച്ചേ, ഈ സ്മോൾ ആറും ഈ എസിൻ്റെയും പ്രത്യേകത എന്താ വെച്ചാൽ, ദീസ് ആർ വേരിയബിൾ റെസിസ്റ്റൻസ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റൻസുകളാണ്. പക്ഷേ PQR എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഫിക്സഡ് ആയിട്ടുള്ള
റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള റെസിസ്റ്ററുകളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടിപ്പിക്കലായിട്ടുള്ള ആൻഡേഴ്സൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു EMF ഞാനിവിടെ കണക്ട് ചെയ്യുമ്പം ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ പ്രകാരം കറണ്ട് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. ലെറ്റ് I1 ബി ദ കറണ്ട് പാസിംഗ് ത്രൂ ദിസ് P, അല്ലെങ്കിൽ AB എന്ന് പറഞ്ഞ ബ്രാഞ്ചിലൂടെ I1 പോകുന്നു, AE എന്ന ബ്രാഞ്ചിലൂടെ I2 പോകുന്നു, ആൻഡ് ADയിലെ ബ്രാഞ്ചിലൂടെ I3 പോകുന്നു. ഇനി നമ്മൾ ഈ ആൻഡേഴ്സൺസ് ബ്രിഡ്ജ് ഒക്കെ നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ബാലൻസിങ് കണ്ടീഷനാണ് യൂസ് ചെയ്യുന്നത്. ബാലൻസിങ് കണ്ടീഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഹെഡ്ഫോണിലൂടെ മിനിമം സൗണ്ടേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതിലൂടെ കറണ്ടൊന്നും പാസ് ചെയ്യില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ശരിയല്ലേ? അതുകൊണ്ട് ഈ കറണ്ട് എന്ത് ചെയ്യും? ഈ I2 കറണ്ട് സിമ്പിളായിട്ട് I2 തന്നെ എന്ത് ചെയ്യും? ഈ സർക്യൂട്ടിൽ ഇങ്ങനെ പോകും. ഒരിക്കലും I2 എന്ത് ചെയ്യില്ല? I2 ഡിവൈഡ് ചെയ്തിട്ട് ഹെഡ്ഫോണിലേക്ക് പോകില്ല, സിൻസ് ഇറ്റ് ഈസ് ബാലൻസ്ഡ്. ഓക്കെ, അപ്പം ബാലൻസ്ഡ് കണ്ടീഷനിലാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഹെഡ്ഫോണിലേക്ക് എന്ത് ചെയ്യാത്തത്? കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകാത്തത്. ആ വരുന്ന കറണ്ട് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ബിയിലേക്ക് പോകും. അപ്പോൾ ബിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ബ്രാഞ്ചിലൂടെ I1 വരുന്നുണ്ട്, ഇതിലൂടെ ഇപ്പോൾ I2 വന്നു. സോ ക്യൂയിലൂടെ പോകുന്ന കറണ്ട് എത്രയായിരിക്കും? I1 പ്ലസ് I2. ആൻഡ് സിമിലർലി AD ബ്രാഞ്ചിലൂടെ I3 ആണ് കറണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? ഇതിലൂടെ കറണ്ടൊന്നും പാസ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് ഈ കറണ്ട് I3 കംപ്ലീറ്റ് ആയിട്ട് ഇതിലൂടെ പാസ് ചെയ്യും, നമ്മുടെ DC ബ്രാഞ്ചിലൂടെയും കടന്നു പോകും. ആൻഡ് ഫൈനലി എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മുടെ കറണ്ട് ഇനീഷ്യലി എത്രയാണോ കറണ്ട് ഉണ്ടായിരുന്നത് അത് തന്നെ നമുക്ക് എന്ത് ചെയ്യും? സർക്യൂട്ടിലേക്ക് റിട്ടേൺ വരും. ദാറ്റ് ഈസ് I ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനിയാണ് നമ്മുടെ അനാലിസിസ് വരാൻ പോകുന്നത്. ഈ അനാലിസിസ് ഒക്കെ ഇനി വരാൻ പോകുന്നത് കിർച്ചോഫ് വോൾട്ടേജ് ലോ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ലൂപ്പ് റൂൾ വെച്ചിട്ടാണ്. ഫസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന ലൂപ്പ് എന്ന് പറയുന്നത് അപ്ലൈങ് KVL കിർച്ചോഫ് വോൾട്ടേജ് ലോ ടു ലൂപ്പ് ക്ലോസ് ലൂപ്പ് ABCDA, ഈ ഒരു ലൂപ്പ്. ഓക്കെ, അപ്പം കിർച്ചോഫ് ലോ നിങ്ങൾക്ക് അറിയാലോ, അപ്ലൈ ചെയ്തോളൂ. ഇവിടെ EMF സോഴ്സുകളൊന്നും ഇല്ലല്ലോ. EMF സോഴ്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ RHS ഞാൻ 0 കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് KVL? എന്താ പറയുന്നത്? ദ ആൽജിബ്രിക് സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈക്വൽ ടു ദ ആൽജിബ്രിക് സം ഓഫ് EMF. അപ്പോൾ EMF ഇല്ലാത്തതുകൊണ്ട് ഞാൻ RHSൽ 0 കൊടുത്തു. ഇനി ആൽജിബ്രിക് സം ഓഫ് കറണ്ട് കൊടുക്കണ്ടേ, കറണ്ട് ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് കൊടുക്കണ്ടേ? ആദ്യം AB ബ്രാഞ്ചിൽ ആരാളുള്ളത്? I1P. I1P പ്ലസ് പിന്നെ BCയിലെത്തുമ്പം I1 പ്ലസ് I2 ഇൻറ്റു Q അല്ലേ? അപ്പം I1 പ്ലസ് I2 ഇൻറ്റു Q മൈനസ്. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? ഡയറക്ഷൻ നോക്കിയേ. CDയിലെത്തുമ്പം കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? D ടു C ആണ്. നമ്മൾ എടുക്കുന്ന ലൂപ്പ് C ടു D ആണ്. ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ് I3 ഇൻറ്റു ഇൻഡക്ടറിൻ്റെ റെസിസ്റ്റൻസ് എത്രയാ? XL ആണ് അല്ലേ? പക്ഷെ നമ്മളിവിടെ J ഓപ്പറേറ്റർ കൂടെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫേസ് റിലേഷൻ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ എന്ത് വരും? JL ഒമേഗ അല്ലെങ്കിൽ JωL. XL മാത്രമാണെങ്കിൽ നമുക്ക് ഫേസ് റിലേഷൻ നമ്മൾ വേറെ കൊടുക്കണം. ഇത് ഫേസ് റിലേഷൻ കൂടെ കൂട്ടി കൊടുക്കുന്നതുകൊണ്ട് എന്ത് വരും? JωL പ്ലസ് S. ഓക്കെ, ഇനി അടുത്തത് ഏതാ? അടുത്ത ഈ ബ്രാഞ്ച് അല്ലേ? ഈ ബ്രാഞ്ചിലും കറണ്ട് ഓപ്പോസിറ്റ് അല്ലേ? സോ മൈനസ് I3 ഇൻറ്റു R ഈക്വൽ ടു 0. എല്ലാവർക്കും KVL യൂസ് ചെയ്യാൻ അറിയാലോ. ഓക്കെ, അപ്പോൾ അത് പഠിക്കണം. ഇനി ഞാൻ ഇതിനൊന്നുകൂടെ സോൾവ് ചെയ്യുകയാണ്. ഇതിന് ഞാൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ എനിക്കൊരു I1Q കിട്ടും. ഇവിടെ I1 ആണുള്ളത് അല്ലേ? അപ്പോൾ ഞാൻ I1കളെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്ന് ക്ലബ് ചെയ്യുന്നു. സോ I1 ഇൻറ്റു P പ്ലസ് Q പ്ലസ് ബാക്കി ഇവിടെ ഉണ്ടാവുക I2Q മൈനസ് I3 ഇൻറ്റു JωL പ്ലസ് S പ്ലസ് R. കാരണം ഇതും I3 ആണ്, ഇതും I3 ആണ്. കോമൺ ആയിട്ട് ഞാൻ മൈനസ് I3 പുറത്തെടുത്ത് കഴിഞ്ഞാൽ JωL പ്ലസ് S പ്ലസ് R ഈക്വൽ ടു 0. ഇനി ഈ ഒരു ടേമിനെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ടേം പ്ലസ് ആയിട്ട് മാറി. ആൻഡ് ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? I3 കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുക. സോ I3 വിൽ ബി ഈക്വൽ ടു എന്ത് വരും? I1P പ്ലസ് Q പ്ലസ് I2Q ഡിവൈഡഡ് ബൈ എന്ത് വരും? R പ്ലസ് S പ്ലസ് JωL. ഒന്നുമില്ല, ഓർഡർ ഞാൻ റിവേഴ്സ് ആയിട്ട് ഇട്ടെന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം I3 ഈക്വൽ ടു എന്ത് വന്നു? I1 പ്ലസ് P പ്ലസ് Q അല്ലേ? I1 ഇൻറ്റു P പ്ലസ് Q പ്ലസ് I2 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R പ്ലസ് S പ്ലസ് JωL. ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ലൂപ്പ് എന്ന് പറയുന്നത് ABEA. ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. എന്ത് വരും? ആദ്യം I1 ഇൻറ്റു P, കറണ്ട് ഡയറക്ഷൻ ഇവിടെ ഓപ്പോസിറ്റ് അല്ലേ? സോ മൈനസ് I2 ഇൻറ്റു R. ഇവിടെയോ ഓപ്പോസിറ്റ് ആണ്. സോ മൈനസ് I2 ഇൻറ്റു R. കപ്പാസിറ്റർ ഉള്ളത്, കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാ? റിയാക്റ്റൻസ് എത്രയാ?
1/c⍵. പക്ഷേ ഇവിടെ നമുക്ക് ആ ഫേസ് റിലേഷൻ കൂടെ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തപ്പോൾ എന്ത് വന്നു? 1/jc⍵ വന്നില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ യൂസ് ചെയ്യാൻ പോവാണ്. സോ I1p മൈനസ് I2r മൈനസ് I2 ഡിവൈഡഡ് ബൈ jc⍵, വിച്ച് ഈസ് ഈക്വൽ ടു 0. കാരണം എവിടെയും എന്തില്ല, EMF സോഴ്സുകളില്ല. ആൻഡ് എഗെയിൻ ഞാൻ ഇതിനൊന്നും കൂടി ഞാൻ റീറൈറ്റ് ചെയ്യുന്നു. റീറൈറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ I2 കോമൺ ആയതുകൊണ്ട് ഞാൻ I2 കോമൺ ആയിട്ട് ഇവിടെ പുറത്തേക്ക് എടുത്തു, മൈനസ് I2 കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കി ഇവിടെ r പ്ലസ് 1/jc⍵. സോ I1p മൈനസ് I2 ഇൻറ്റു r പ്ലസ് 1/jc⍵ ഈക്വൽ ടു 0. ഓർ I2 ഇൻറ്റു r പ്ലസ് 1/jc⍵ ഈക്വൽ ടു I1p. ഞാനതിനെ ഈ സാധനത്തിന് എന്ത് ചെയ്തു? റൈറ്റ് സൈഡിൽ കൊണ്ടു. അപ്പം സൈൻ പ്ലസ് ആയി അല്ലേ? ഇക്വേഷൻ നമ്പർ 2. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ അഗെയിൻ യൂസിങ് KVL ഇൻ ദ ലൂപ്പ് AEDA. അപ്പോൾ എന്താ വരിക? ഫസ്റ്റ് I2 ഉണ്ട് അല്ലേ, ഇത് കപ്പാസിറ്റർ അല്ലേ, അപ്പോൾ I2/jc⍵. കറണ്ടിൻ്റെ ഡയറക്ഷൻ, ലൂപ്പിൻ്റെ ഡയറക്ഷൻ സെയിം ആയതുകൊണ്ട് I2/jc⍵ or jωc. ഇനി ഇവിടെ എത്തുമ്പം കറണ്ട് ഒന്നുമില്ല, കാരണം ബാലൻസിങ് ആയതുകൊണ്ട് ഇതിലൂടെ കറണ്ട് ഒന്നും പോകുന്നില്ല. ഓക്കെ. ആൻഡ് ഇതിലൂടെ വരുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് അല്ലേ, ലൂപ്പ് എടുക്കുന്നതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് അല്ലേ. സോ I3 മൈനസ് I3 ഇൻറ്റു r ഈക്വൽ ടു 0. ആൻഡ് I2/jωc ഈക്വൽ ടു ഇതിനങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് I3 ഇൻറ്റു r. ഇക്വേഷൻ നമ്പർ 3. ഇനീഷ്യലായിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആൻഡർസൺ ബ്രിഡ്ജ് സോൾവ് ചെയ്യാൻ ഈ ഒരു 3 ലൂപ്പുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുക വെച്ചാൽ, ഈ ഇക്വേഷൻ 3ൽ നോക്കിയേ, ഇവിടെ I3 ഇല്ലേ, I3ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ 1 I3ൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാം. ഓക്കെ. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫോർ I3 യൂസിങ് ഇക്വേഷൻ 1, ദെൻ I2/jc⍵ ഈക്വൽ ടു I3ൻ്റെ വാല്യൂ ആണിത്, I1 ഇൻറ്റു p പ്ലസ് q പ്ലസ് I2q ഡിവൈഡഡ് ബൈ r പ്ലസ് s പ്ലസ് j⍵l ഇൻറ്റു r. ഓക്കെ. അപ്പോൾ ഇത് മാത്രമാണ് I3ൻ്റെ വാല്യൂ. ഓൾറെഡി അവിടെ എന്തുണ്ടായിരുന്നു? I3r ഉണ്ടായിരുന്നു, അപ്പോൾ r. ഓക്കെ. ഇനി ഞാനിതിനെ എന്ത് ചെയ്യാൻ പോവാണ്? ഒന്ന് ഈ ഒരു r പ്ലസ് എസ് പ്ലസ് j⍵l ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ ഈ ആറിനെ കൊണ്ട് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ I2 ഇൻറ്റു r പ്ലസ് എസ് പ്ലസ് j⍵l ഡിവൈഡഡ് ബൈ jc⍵, ഈ ആർ ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ബൈ r അല്ലേ, അപ്പോൾ jc⍵r ഈക്വൽ ടു I1 ഇൻറ്റു p പ്ലസ് q പ്ലസ് I2 ഇൻറ്റു q. ഓക്കെ. അഗെയിൻ ഇവിടെ നോക്കിയേ, ഇത് I2 അല്ലേ, ഇവിടെ ഒരു I2 ഉണ്ടല്ലോ, ഇയാളെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? മൈനസ് I2q വരും. I2 കോമൺ ആക്കി പുറത്തെടുത്ത് കഴിഞ്ഞാൽ I2 ഇൻറ്റു r പ്ലസ് എസ് പ്ലസ് j⍵l ഡിവൈഡഡ് ബൈ jc⍵r മൈനസ് ഇത് വരുമ്പം മൈനസ് q ഈക്വൽ ടു I1 ഇൻറ്റു p പ്ലസ് q. ഇക്വേഷൻ നമ്പർ 4. ക്ലിയർ ആണേ? കൂടെ തന്നെ എഴുതി നോക്കുക, ക്ലിയർ ആക്കുക. ഓക്കെ. നൗ ഇക്വേഷൻ 4 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2. ഇക്വേഷൻ 4 എന്ത് ചെയ്യുക? ഇക്വേഷൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. എന്തായാലും ഇക്വേഷൻ 2 എന്തായിരുന്നു? ഇതാ ഇക്വേഷൻ 2 ഇതാണ്, I2 ഇൻറ്റു r പ്ലസ് 1/jc⍵ ഈക്വൽ ടു I1p. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഡിവൈഡ് ചെയ്യാൻ പോവാണ്. സോ ഡിവൈഡ് ചെയ്യുമ്പം I2 ഇൻറ്റു ഇതാ ഈ ഇക്വേഷൻ. അപ്പം എന്താ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? LHSലെ ടേമുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുക, RHSലെ ടേമുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പം I2 ഇൻറ്റു r പ്ലസ് എസ് പ്ലസ് j⍵l ഡിവൈഡഡ് ബൈ jc⍵ ഇൻറ്റു r മൈനസ് q ഡിവൈഡഡ് ബൈ I2 ഇൻറ്റു r പ്ലസ് 1/jωc ഈക്വൽ ടു I1 ഇൻറ്റു p പ്ലസ് q ഡിവൈഡഡ് ബൈ I1 ഇൻറ്റു p. നോക്കി, I2 ഉണ്ട്, I1 ഉണ്ട്, കട്ട് ചെയ്ത് പോവുക. കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ I ടേമുകൾ ഇല്ലാത്തൊരു ഇക്വേഷൻ കിട്ടും. ആൻഡ് ഇതിനെന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം p ഇൻറ്റു r പ്ലസ് എസ് പ്ലസ് j⍵l മൈനസ് ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കോമൺ ഡിനോമിനേറ്റർ ആക്കി എടുത്തത്. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ ആക്കി എടുക്കുമ്പം ഇയാൾ എന്ത് ചെയ്യണം? jc⍵r q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പം r പ്ലസ് എസ് പ്ലസ് j⍵l മൈനസ് q ഇൻറ്റു jc⍵r ഡിവൈഡഡ് ബൈ jc⍵r. ഓക്കെ. ഈക്വൽ ടു ഇവിടെ p പ്ലസ് q ബൈ p ഉണ്ട് അല്ലേ. p പ്ലസ് q ബൈ പിയിൽ ഞാൻ പീനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ. ബാക്കി ആരാളുള്ള p പ്ലസ് q ഉണ്ട്. സോ p പ്ലസ് q ഇൻറ്റു ഈ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ r പ്ലസ് 1/jωc ഇൻറ്റു p പ്ലസ് q. ക്ലിയർ ആണ്? ജസ്റ്റ് എന്ത് ചെയ്തു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ കൂടെ തന്നെ ഞാൻ ഈ ഒരു ന്യൂമറേറ്റർ ടേമിന് ഞാൻ കോമൺ ഡിനോമിനേറ്റർ ആക്കി jc⍵r ആക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം.
പീനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, ഈ ഒരു ഇക്വേഷൻ കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു, ആൻഡ് ഇവിടെ ഞാൻ അഗെയിൻ ഞാൻ കോമൺ ഡിനോമിനേറ്റർ എടുക്കുകയാണ്. അതായത് കോമൺ ഡിനോമിനേറ്റർ ഏതായിരിക്കും, ജെ ഒമേഗ സി അല്ലേ. അപ്പോൾ ജെ ഒമേഗ സി, ഇവിടെ ജെ ഒമേഗ സി ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പം ആർ ഇൻറ്റു ജെ ഒമേഗ സി പ്ലസ് 1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ സി ഇൻറ്റു പി പ്ലസ് ക്യൂ. ഈ ഇക്വേഷൻ നോക്കിയേ, ഡിനോമിനേറ്റർ നോക്കുക. ഇവിടെ ജെ ഒമേഗ സി ഉണ്ട്, ഇവിടെ ജെ സി ഒമേഗ ആർ ഉണ്ട്. അതായത് ജെ സി ഒമേഗ കോമണാണ്, കട്ട് ചെയ്ത് പോകുമല്ലോ. കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് വരും, പി ആർ പ്ലസ് പി എസ് പ്ലസ് പി ജെ ഒമേഗ എൽ മൈനസ് പി ക്യു ജെ സി ഒമേഗ ആർ ഡിവൈഡഡ് ബൈ ആർ, കാരണം ബാക്കി ഇവിടെ ആർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഈക്വൽ ടു ഇവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, ന്യൂമറേറ്റർ. കാരണം ഇത് മൾട്ടിപ്ലിക്കേഷനാണ്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പം ആർ ജെ ഒമേഗ സീനെ ഞാനിവിടെ ജെ ഒമേഗ സി ആർ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓർഡർ മാറ്റിയെന്നുള്ളൂ. പ്ലസ് 1 ഇൻറ്റു പി പ്ലസ് ക്യൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്, നമ്മൾ ഇക്വേഷൻ 3ൽ നമ്മൾ എന്ത് ചെയ്തു, I3ൻ്റെ വാല്യൂ കൊടുത്തു. I3ൻ്റെ വാല്യൂ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് സോൾവ് ചെയ്തതാണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനൊന്നും കൂടെ ഞാൻ റീറൈറ്റ് ചെയ്യണം. അതായത് ഈ ആറിനെ കൊണ്ട് ഞാൻ RHSലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ വാല്യൂ പി ആർ പ്ലസ് പി എസ് പ്ലസ് പി ജെ ഒമേഗ എൽ മൈനസ് പി ക്യു ജെ സി ഒമേഗ ആർ ഈക്വൽ ടു, ഇവിടെ നോക്കിയേ ഈ ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷൻ ഞാൻ എക്സ്പാൻഡ് ചെയ്യുമ്പം എനിക്ക് എന്തൊക്കെ ടേം, ഒരു 4 ടേം കിട്ടൂലേ. ആദ്യം ജെ ഒമേഗ സി ആർ ഇൻറ്റു പി ചെയ്യണം, പിന്നെ ജെ ഒമേഗ സി ആർ ഇൻറ്റു ക്യൂ ചെയ്യണം, പിന്നെ 1 ഇൻറ്റു പി ആൻഡ് 1 ഇൻറ്റു ക്യൂ. അങ്ങനെ 4 ടേം കിട്ടൂലേ. അപ്പോൾ 4 ടേമിൽ ആദ്യത്തെ 2 ടേമിൽ ജെ ഒമേഗ കോമൺ അല്ലേ. അപ്പോൾ കോമൺ ആയതുകൊണ്ട് ഞാൻ അതിനെ എങ്ങനെ കൊടുത്തിട്ടുണ്ട്, ജെ ഒമേഗ ഇൻറ്റു സി ആർ പി പ്ലസ് സി ആർ ക്യൂ. അതായത് ജെ ഒമേഗ സി ആറിനെ ഞാൻ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു ആൻസർ കിട്ടി, ജെ ഒമേഗ സി ആറിനെ ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു ആൻസർ കിട്ടി. രണ്ടിലും ജെ ഒമേഗ കോമൺ ആയതുകൊണ്ട് ജെ ഒമേഗ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കി സി ആർ പി പ്ലസ് സി ആർ ക്യൂ പ്ലസ് 1 ഇൻറ്റു പി ഇൻറ്റു അല്ലേ, 1 ഇൻറ്റു പി പ്ലസ് 1 ഇൻറ്റു ക്യൂ. അപ്പോൾ പി പ്ലസ് ക്യൂ. ഇനി ഡിനോമിനേറ്ററിൻ്റെ 6 കൊണ്ട് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തില്ലേ, 6ആണത്. ക്ലിയർ. സോ ഇതിന് ഞാൻ ഒന്നും കൂടെ ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുമ്പം RHS മാത്രം ഞാൻ പറയുന്നു കേട്ടോ. ജെ ഒമേഗ ഇൻറ്റു ആറിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി ആർ സ്മോൾ ആർ പി പ്ലസ് സി ആർ സ്മോൾ ആർ ക്യൂ പ്ലസ് പി ആർ പ്ലസ് ക്യൂ ആർ. സിമ്പിൾ അല്ലേ. ഉള്ളിലേക്ക് എന്ത് ചെയ്താൽ മതി, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു പി ആർ ഉണ്ട് LHSൽ, ഇവിടെ ഒരു പി ആർ ഉണ്ട്. രണ്ടും കട്ട് ചെയ്ത് പോയില്ല, രണ്ടും പ്ലസ് തന്നെയല്ലേ, അപ്പോൾ കട്ട് ചെയ്ത് പോകും. പിന്നെ ആരാ ഉള്ളത്, പിന്നെ ആരുമില്ല അല്ലേ, പിന്നെ ആരുമില്ല. അപ്പം പി എസ്, ബാക്കിയുള്ളത് പി എസ് പ്ലസ് ഇവിടെ ജെ ഒമേഗ ഉണ്ട്, ഇവിടെയും ജെ ഒമേഗ ഉണ്ട്. കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ജെ ഒമേഗ ഇൻറ്റു ഇവിടെ ബാക്കി ആരാ ഉള്ളത്, പി ആൻഡ് എൽ. സോ ജെ ഒമേഗ ഇൻറ്റു പി എൽ മൈനസ് ഇവിടെയോ പി ക്യു സി ആർ, പി ക്യു സി ആർ ഈക്വൽ ടു ഇവിടെയോ ജെ ഒമേഗ ഇൻറ്റു സി ആർ സ്മോൾ ആർ പി പ്ലസ് സി ആർ സ്മോൾ ആർ ക്യൂ പ്ലസ് ബാക്കി ക്യൂ ആർ അല്ലേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ 5. ഈ ഇക്വേഷനാണ് നമ്മൾ ബാക്കി ഇനി കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാലൻസിങ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട. കമ്പയർ ദ റിയൽ പാർട്സ് ഓഫ് ഇക്വേഷൻ 5. ഈ ഇക്വേഷൻ 5ൻ്റെ ലെഫ്റ്റ് സൈഡത്തെയും റൈറ്റ് സൈഡത്തെയും റിയൽ പാർട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, റിയൽ പാർട്ട് ആരാ, പി എസ് മാത്രമല്ലേ ഉള്ളൂ ഇവിടെ, ഇവിടെയോ ക്യു ആർ അല്ലേ. അപ്പോൾ പി എസ് ഈക്വൽ ടു ക്യു ആർ ഓർ പി ബൈ ക്യു ഈക്വൽ ടു ആർ ബൈ എസ്. ഇത് തന്നെയല്ലേ നമ്മുടെ എന്ത് വീസ്റ്റേൺസ് ബ്രിഡ്ജിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്, പി ബൈ ക്യു ഈക്വൽ ടു ആർ ബൈ എസ്. സോ നമുക്ക് ആ ബാലൻസിങ് കണ്ടീഷൻ അതേപോലെ കിട്ടുന്നുണ്ട് അല്ലേ. ഇനി നമ്മുടെ പക്ഷേ ആവശ്യം അതല്ല. നമ്മുടെ ആവശ്യം എന്താണ്, വി വാണ്ട് ടു ഫൈൻഡ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ, എൽ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ അടുത്ത കമ്പാരിസൺ എടുക്കുന്നു. കമ്പയർ ദ ഇമാജിനറി പാർട്സ് ഓഫ് ഇക്വേഷൻ 5. അപ്പോൾ ഇമാജിനറി പാർട്ട് എടുക്കുമ്പോൾ ഏതൊക്കെ വരും, ഇതാ ഒന്ന് പി എൽ മൈനസ് പി ക്യു സി ആർ, ഇവിടെയോ സി ആർ ആർ പി പ്ലസ് സി ആർ ആർ ക്യു. ശരിയല്ലേ, കാരണം ജെ ആണ് ഇമാജിനറി ആയിട്ടുള്ളത്. പിന്നെ രണ്ട് സൈഡിൽ ഒമേഗ ഉള്ളതുകൊണ്ട് ഞാൻ ഒമേഗ കോമൺ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ പി എൽ മൈനസ് പി ക്യു സി ആർ ഈക്വൽ ടു സി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ പി പ്ലസ് സി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യു. ഇനി ഇവിടുന്ന് മൈനസ് പി ക്യു സി ആറിനെ ഞാൻ RHSലേക്ക് കൊണ്ടുവന്നു. RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ
RHS ലേക്ക് കൊണ്ടുപോകുമ്പോൾ PL ഈക്വൽ ടു CR സ്മോൾ ആർ പി പ്ലസ് CR സ്മോൾ ആർ ക്യൂ പ്ലസ് PQ CR. ഇയാൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആയി അല്ലേ. ഇനി എല്ലാ ടേമിലും നോക്കിയേ CR കോമൺ അല്ലേ, CR കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. സോ CR ഇൻറ്റു ഇവിടെ RP പ്ലസ് RQ പ്ലസ് PQ. ഓക്കെ, ഇനി P കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ CR ഇൻറ്റു ഇവിടെ P ഉള്ളതുകൊണ്ട് P പോവും. സോ R ഇൻറ്റു ഇവിടെ P ഇല്ല അല്ലേ, അപ്പം RQP വരും. രണ്ടിലും R കോമൺ ആയി, സ്മോൾ ആർ കോമൺ ആയതുകൊണ്ട് ഞാൻ അതിനെ പുറത്തേക്ക് എടുത്തു. സോ സ്മോൾ ആർ ഇൻറ്റു 1 പ്ലസ് Q/P. നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഡിവൈഡ് ബൈ P കൂടെ ചെയ്യണേ. സോ സ്മോൾ ആർ ഇൻറ്റു 1 പ്ലസ് Q/P പ്ലസ് ഇവിടെ P കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ P പോയി, ബാക്കി എന്താ ഉള്ളത് Q. ഓക്കെ, സോ L ഈക്വൽ ടു CR ഇൻറ്റു R ഇൻറ്റു സ്മോൾ ആർ ഇൻറ്റു 1 പ്ലസ് S/R. എങ്ങനെയാണ് ഞാൻ ഈ S/R എഴുതിയത്? നമുക്ക് നേരത്തെ കിട്ടിയ റിസൾട്ട് എന്താ? P/Q ഈക്വൽ ടു R/S ആണ്. അല്ലെങ്കിൽ Q/P എന്തായിരിക്കും? S/R അല്ലേ. നമ്മുടെ ഈ റിസൾട്ടിൽ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? Q/P അല്ലേ. സോ Q/Pക്ക് പകരം ഞാൻ എന്ത് ചെയ്തു? S/R ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ CR ഇൻറ്റു R ഇൻറ്റു 1 പ്ലസ് S/R പ്ലസ് Q, ദാറ്റ് ഈസ് L. ഓർ L ഈക്വൽ ടു CR ഇൻറ്റു R ബൈ ക്യാപിറ്റൽ R. അതായത് ഇവിടെ ഞാൻ കോമൺ ഡിനോമിനേറ്റർ ക്യാപിറ്റൽ R ആക്കാൻ വേണ്ടി കൊടുത്തു. സോ CR ഇൻറ്റു സ്മോൾ ആർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R. അപ്പം ഇവിടെ എന്ത് വരും? ക്യാപിറ്റൽ R വരില്ലേ. സോ ബ്രാക്കറ്റിൽ R പ്ലസ് S പ്ലസ് Q. ഓക്കെ, ഇതൊക്കെ സിമ്പിളായിട്ട് നമ്മുടെ സോൾവ് ചെയ്യാൻ ഇക്വേഷനുകൾ നമ്മൾ സോൾവ് ചെയ്ത് പോകാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ആ ഇക്വേഷൻ 5 എത്തിക്കഴിഞ്ഞാൽ പിന്നെ സിമ്പിളായിട്ട് നമുക്ക് കമ്പയർ ചെയ്തിട്ട് സോൾവ് ചെയ്യാനുള്ളൂ. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ. ഓക്കെ, സോ L കിട്ടിയോ? L ഈക്വൽ ടു എന്ത് കിട്ടി നമുക്കിപ്പം? CR ഇൻറ്റു R ബൈ ക്യാപിറ്റൽ R ഇൻറ്റു ക്യാപിറ്റൽ R പ്ലസ് S പ്ലസ് Q എന്ന് കിട്ടിയില്ലേ. ഓർ the self inductance of the coil L equal to C into R small r into capital R plus S plus Q into capital R. ഞാൻ ഒരു ചെറിയൊരു സ്റ്റെപ്പ് കൂടെ ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്തത്? ഈ R കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഈ പുറത്തുള്ള R കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേമിൽ ഒരു ക്യാപിറ്റൽ R വരും, ഈ ടേമിൽ ക്യാപിറ്റൽ R വരും, ഈ ക്യാപിറ്റൽ Rഉം ഈ ക്യാപിറ്റൽ Rഉം എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും. അതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ദാറ്റ് ഈസ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ L ഈക്വൽ ടു C ഇൻറ്റു സ്മോൾ r ഇൻറ്റു ക്യാപിറ്റൽ R പ്ലസ് S പ്ലസ് QR. So this is the self inductance of a coil measured using Anderson's bridge. Okay. അപ്പം AC ബ്രിഡ്ജുകളുടെയൊക്കെ യൂസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സെൽഫ് ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, അതേപോലെ ഫ്രീക്വൻസി ഓഫ് AC കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെയാണ് AC ബ്രിഡ്ജിൻ്റെ യൂസ്. നമ്മൾ യൂസ് ചെയ്യുന്നത് വീസ്റ്റേൺസ് ബ്രിഡ്ജിൻ്റെ അതേ പ്രിൻസിപ്പിളൊക്കെ തന്നെയാണ്. ബാലൻസിങ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നു. ബാലൻസിങ് കണ്ടീഷൻ അറിയാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഗാൽവനോമീറ്റർ അല്ല, പകരം നമ്മളൊരു ഹെഡ്ഫോൺ, പെയർ ഓഫ് ഹെഡ്ഫോൺ ആണ്. എപ്പോഴാണോ നമ്മുടെ ഹെഡ്ഫോൺ മിനിമം സൗണ്ട് തരുന്നത് അതാണ് നമ്മുടെ AC ബ്രിഡ്ജിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ. ഓക്കെ.